SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സിബിച്ചൻ കുരുവിള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. KSRലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജോയിനിങ് ടൈം. അതാണ് ഇന്നിവിടെ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്. KSR വോളിയം 1 പാർട്ട് ഫസ്റ്റ് റൂൾ 125 to 138. Joining time may be granted to an officer to join new office when he is transferred or promoted. ഒരു ജീവനക്കാരന് സ്ഥലം മാറ്റം മൂലമോ സ്ഥാനക്കയറ്റം മൂലമോ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്യുകയും പുതിയ ഓഫീസിൽ പോയി ജോയിൻ ചെയ്യുകയും ചെയ്യുന്ന കാലയളവ്. ഇപ്പോൾ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്ന് റിലീവ് ചെയ്ത തീയതി മുതൽ പുതിയ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന തീയതി വരെയുള്ള ഇടയ്ക്കുള്ള കാലയളവിന് പറയുന്ന പേരാണ് ജോയിനിങ് ടൈം, പ്രവേശനകാലം. ഈ ജോയിനിങ് ടൈം മുഴുവനായിട്ട് ഉപയോഗിക്കണമെന്ന് KSR ഒരിടത്തും പറയുന്നില്ല. വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് ഇൻക്ലൂഡിങ് പ്രൊബേഷൻ ഓൾസോ. ജോയിനിങ് ടൈം ഡ്യൂട്ടി ഇതായിട്ട് തന്നെ പരിഗണിക്കും. പ്രൊബേഷൻ ഡിക്ലറേഷനും ഇത് ഡ്യൂട്ടിയായിട്ട് തന്നെ പരിഗണിക്കുന്നതാണ് ഈ കാലയളവ്. മുഴുവൻ ശമ്പളം ലഭിക്കുകയും ചെയ്യും. ഇഫ് എ ഗവൺമെൻറ് സർവൻറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺ പബ്ലിക് ഇൻട്രസ്റ്റ് beyond the limit of 8 kilometers or above 8 kilometers or exceed 8 kilometers, ഒരു സർക്കാർ ജീവനക്കാരനെ പൊതു താൽപ്പര്യത്തിൻ്റെ പേരിൽ 8 കിലോമീറ്ററിൽ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ നടത്തിയാൽ എന്താണ് KSR ജോയിനിങ് ടൈമായിട്ട് കൊടുക്കുന്നത്? എബോവ് 8 kilometers ആണ് എങ്കിൽ പ്രിപ്പറേഷൻ ടൈം ഈസ് ഇക്വൽ ടു 6 days. നമുക്കറിയാം, ഒരു ജീവനക്കാരന് സ്ഥലം മാറ്റം വരുമ്പോൾ ഒത്തിരിയേറെ ക്രമീകരണം അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് വരും. ഒട്ടേറെ ക്രമീകരണം, ഒട്ടേറെ സാഹചര്യങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. അതിനു വേണ്ടിയിട്ട് KSR കൊടുക്കുന്നതാണ് പ്രിപ്പറേഷൻ ഈസ് ഇക്വൽ ടു 6 days. അതിന് ഡിസ്റ്റൻസിന് ആനുപാതികമായിട്ടൊന്നുമല്ല. ഇപ്പോൾ 10 കിലോമീറ്റർ വെളിയിലേക്കാണ് ഒരു ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തതെങ്കിലും 400 കിലോമീറ്റർ കൂടിയ സ്ഥലത്തേക്കാണ് ഒരു ജീവനക്കാരനെ ട്രാൻസ്ഫർ ചെയ്താലും പ്രിപ്പറേഷൻ ഈസ് ഓൾവേസ് 6 days. പിന്നെ എവിടെയാണ് മാറ്റം സംഭവിക്കുക? ആ ഉദ്യോഗസ്ഥൻ നടത്തുന്ന ജേണി അടിസ്ഥാനമാക്കിയാണ്. ആ ഉദ്യോഗസ്ഥൻ്റെ പ്രദേശത്തെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഈസ് ഇക്വൽ ടു 6 days പ്ലസ് ജേണി ടൈം. ആ ജേണി ടൈം കാൽക്കുലേഷൻ നടത്തുന്നത് ഇങ്ങനെയാണ്. റെയിൽ ജേണിയാണ് ഉദ്യോഗസ്ഥൻ നടത്തുന്നതെങ്കിൽ ബൈ റെയിൽ അപ് ടു 500 kilometers 1 day. 500 കിലോമീറ്റർ വരെയാണെങ്കിൽ ഒരു ദിവസം. 501 ആണെങ്കിൽ 2 ദിവസം. അതിൻ്റെ മൾട്ടിപ്ലൈ മുന്നോട്ട് പോകുന്നതനുസരിച്ച് 1001 ആണെങ്കിൽ 3 ദിവസം. ബൈ ബസ്സിനാണ് യാത്ര നടത്തുന്നതെങ്കിൽ, ബൈ റോഡാണെങ്കിൽ അപ് ടു 150 kilometers വരെ, 150 കിലോമീറ്റർ വരെ ഒരു ദിവസം. 151 ആണെങ്കിൽ 2 ദിവസം. ബൈ ഷിപ്പിലാണെങ്കിൽ അപ് ടു 350 kilometers, 350 കിലോമീറ്റർ വരെ ഒരു ദിവസം. 351 ആണെങ്കിൽ 2 ദിവസം. ജേണി ബൈ റിവർ സ്ട്രീംസ് ആണെങ്കിൽ 150 കിലോമീറ്റർ വരെ ഒരു ദിവസം. 151 ആണെങ്കിൽ 2 ദിവസം. നമുക്കറിയാം, എല്ലാവർക്കും എല്ലാ റെയിൽ സൗകര്യവും റോഡ് സൗകര്യവും ലഭ്യമല്ല. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് പ്രിഫറൻസ് റെയിലിനാണ് നൽകേണ്ടത്. KSR പറയുന്നു, റെയിലും റോഡും ഉണ്ടെങ്കിൽ, ജേണി ഉണ്ട്, കൺവെയൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് റെയിൽ, ദെൻ റോഡ്. ഇതൊന്നുമല്ല, ഇതുകൊണ്ട് എന്നാൽ മറ്റു മാർഗങ്ങളിലൂടെയും സഞ്ചരിച്ചാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയുള്ളൂ എങ്കിൽ മറ്റു മാർഗത്തെക്കുറിച്ച് ചിന്തിക്കാനും KSR പറയുന്നുണ്ട്. അതർ വേസ്, ബൈ കാർസ്, ബൈ ഫെറി,
ബൈ ഫുഡ്. കാളവണ്ടിയിൽ സഞ്ചരിക്കാം, വള്ളത്തേൽ സഞ്ചരിക്കാം, നടന്നു പോകാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടാകാം. അങ്ങനെ ആ 3 ഫെസിലിറ്റിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ KSR പറയുന്നു അപ് ടു 25 കിലോമീറ്റേഴ്സ് 1 ഡേ, 25 കിലോമീറ്റർ വരെ ആ കൺവെയൻസ് ഉപയോഗിച്ച് ആ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 25 കിലോമീറ്റർ വരെ ഒരു ദിവസം, 26 ആണെങ്കിൽ 2 ദിവസം. ഓർക്കുക, നമ്മളുടെ സാഹചര്യത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചാണ്. റെയിൽ സൗകര്യം ഉണ്ടെങ്കിൽ റെയിൽ സൗകര്യം ഉപയോഗപ്പെടുത്തണം. റെയിൽ സൗകര്യം ഇല്ല എങ്കിൽ റോഡ് മാർഗം നമ്മൾ സഞ്ചരിക്കണം. റെയിലും റോഡും ഇല്ല എങ്കിലാണ് മറ്റു മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ കിട്ടുന്നു, സഞ്ചാരം റെയിൽ മാത്രം മതിയാകും. മറ്റൊരു ഉദ്യോഗസ്ഥന് റെയിലും റോഡും വേണ്ടി വരും. മൂന്നാമതൊരു ഉദ്യോഗസ്ഥന് റെയിലും റോഡും ഈ പറഞ്ഞ അതർ വേസിൽ ഏതെങ്കിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം അഡ്മിസിബിളാണ്. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് റെയിൽ ജേണിക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ജേണി ബൈ എയർ ആണെങ്കിൽ ആക്ച്വൽ ജേണി ടൈം മിനിമം 1 ഡേ. ഉദാഹരണത്തിന് കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന ഒരു LDCയെ എറണാകുളത്തേക്ക് UDC ആയിട്ട് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോട്ട് ചെയ്താൽ എത്ര ദിവസമായി LDCക്ക് ജോയിനിങ് ടൈം ലഭ്യമാകും? എബവ് 8 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്കറിയാം എറണാകുളം ടു കോട്ടയം 60 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. എബവ് 8 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ KSR പറയുന്നു അങ്ങനെയുള്ള എല്ലാ കേസുകളിലും എന്ത് കൊടുക്കാം? പ്രിപ്പറേഷൻ ഈസ് ഇക്വൽ ടു 6 ഡേയ്സ്. 6 ദിവസം മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുക്കുന്നു, 6 ഡേയ്സ്. തുടർന്ന് കോട്ടയം ടു എറണാകുളം റെയിൽ സൗകര്യമുണ്ട്, റോഡ് സൗകര്യമുണ്ട്. പക്ഷേ നിയമം അനുശാസിക്കുന്നു റെയിൽ ജേണി 60 കിലോമീറ്റർ വരെ ഒരു ദിവസം. ബൈ റെയിൽ ആണെങ്കിൽ അപ് ടു 500 കിലോമീറ്റർ വരെ ഒരു ദിവസം. ഇവിടെ റെയിൽ ജേണിയാണ് നടത്തിയിരിക്കുന്നത്. 60 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ജേണിയുടെ പേരിൽ ഒരു ദിവസം. പ്രിപ്പറേഷനായ 6 ഡേയ്സും ഈ ഒരു ദിവസവും കൂടി കൂട്ടുമ്പോൾ 7 ദിവസം ജോയിനിങ് ടൈം. ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥന് 7 ദിവസം ജോയിനിങ് ടൈം 1, 2, 3 വെച്ച് എണ്ണി പോകുമ്പോൾ നമുക്കറിയാം ഞായറാഴ്ചകൾ വരും, ഹോളിഡേയ്സ് വരും. അതൊക്കെ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൺഡേ ഡസ് നോട്ട് കൗണ്ട് ആസ് എ ഡേ ഫോർ ജോയിനിങ് ടൈം. ദാറ്റ് മീൻസ് സൺഡേസ് ആർ എക്സ്ക്ലൂഡഡ് ഡ്യൂറിങ് ജോയിനിങ് ടൈം. ജോയിനിങ് ടൈം ഉപയോഗിക്കുന്ന വേളയിൽ ഞായറാഴ്ചകൾ എത്തിച്ചേരുകയാണെങ്കിൽ നമുക്കറിയാം ഒരു 7 ദിവസം പരിഗണിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഞായറാഴ്ച ഉണ്ടാകാം, ചിലപ്പോൾ ഒന്നിലധികം ഞായറാഴ്ചകളും ഉണ്ടാകാം. ജോയിനിങ് ടൈം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞായറാഴ്ചകൾ വന്നാൽ സൺഡേസ് ആർ എക്സ്ക്ലൂഡഡ്, ഒഴിവാക്കണം. ഉദാഹരണത്തിന് വെള്ളിയാഴ്ച 1-ാം ദിവസം, ശനിയാഴ്ച 2-ാം ദിവസം, 3-ാം ദിവസം വന്നപ്പോൾ ഞായറാഴ്ച ഒഴിവാക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു. 3-ാം ദിവസമായിട്ട് തിങ്കളാഴ്ച പരിഗണിക്കുന്നു. അങ്ങനെ എണ്ണി പോകുന്നു. ഡ്യൂറിങ് ജോയിനിങ് ടൈം സൺഡേസ് ആർ എക്സ്ക്ലൂഡഡ്. എന്നാൽ ഹോളിഡേയ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഡ്യൂറിങ് ജോയിനിങ് ടൈം ഹോളിഡേയ്സ് ആർ ഇൻക്ലൂഡഡ്. ജോയിനിങ് ടൈം ഉപയോഗിക്കുന്ന വേളയിൽ പൊതു അവധികൾ, അവധി ദിവസങ്ങൾ വരുന്ന ഹോളിഡേയ്സ് വരികയാണെങ്കിൽ അത് ജോയിനിങ് ടൈമിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എണ്ണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്, ഒഴിവാക്കരുത്. ഡ്യൂറിങ് ജോയിനിങ് ടൈം ഹോളിഡേയ്സ് ആർ ഇൻക്ലൂഡഡ്. മറ്റൊരു ഉദാഹരണത്തിലേക്ക് പോയാൽ 2-ാം വെള്ളിയാഴ്ച 1-ാം ദിവസം, ജോയിനിങ് ടൈമിൻ്റെ 1-ാം ദിവസം, 2-ാം ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ പബ്ലിക് ഹോളിഡേ ആണ്, നമ്മൾ 2-ാം ദിവസമായിട്ട് അത് പരിഗണിക്കണം. തുടർന്ന് സൺഡേ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, തിങ്കളാഴ്ച അടുത്ത എണ്ണത്തിൽ ഉൾപ്പെടുത്തുന്നു. ഡ്യൂറിങ് ജോയിനിങ് ടൈം ഹോളിഡേയ്സ് ആർ ഇൻക്ലൂഡഡ്. എന്നാൽ ഹോളിഡേയ്സിന് മറ്റൊരു സ്വഭാവ രീതിയും കൂടി ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ ഹോളിഡേ ഓർ ഹോളിഡേയ്സ് വിച്ച് ദി ഓഫീസർ ഈസ് ടു ബി ജോയിൻ, he should join on the next working day as per KSR. ഒരു ജീവനക്കാരൻ ജോയിനിങ് ടൈമിന് ശേഷം ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ഹോളിഡേയ്സ് ആണ് എങ്കിൽ
ഒരാശങ്കയും വേണ്ട, ഒരു വെപ്രാളവും വേണ്ട. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ഡേ ആൾ പോയി ജോയിൻ ചെയ്താൽ മതി. ഉദാഹരണത്തിന് 2-ാം വെള്ളിയാഴ്ച കൊണ്ട് ഒരാളുടെ ജോയിനിങ് ടൈം തീർന്നു. യഥാർത്ഥത്തിൽ ജോയിൻ ചെയ്യേണ്ടത് 2-ാം ശനിയാഴ്ചയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം പബ്ലിക് ഹോളിഡേ ആണ്. വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. 2-ാം വെള്ളിയാഴ്ച കൊണ്ട് ജോയിനിങ് ടൈം തീർന്നാൽ നമ്മൾ റെഡിയാണ് സെക്കൻഡ് സാറ്റർഡേ ജോയിൻ ചെയ്യാൻ. പക്ഷേ ഓഫീസ് അടഞ്ഞു കിടക്കുകയാണ്. ദെൻ സെക്കൻഡ് സാറ്റർഡേ കഴിഞ്ഞ് സൺഡേ കഴിഞ്ഞ് നെക്സ്റ്റ് മൺഡേ പുതിയ സ്ഥലത്ത് പോയി ജോയിൻ ചെയ്താൽ മതി. ഇഫ് ഇറ്റ് ഈസ് എ ഹോളിഡേ ഓർ ഹോളിഡേയ്സ് which the officer is to be joined, he should join on the next working day only as per KSR. Sundays are excluded, holidays are included. അവസാന നാളിൽ ഹോളിഡേയ്സ് ആണെങ്കിൽ അതിനെ ഒഴിവാക്കി നെക്സ്റ്റ് വർക്കിംഗ് ഡേ ജോയിൻ ചെയ്താൽ മതി. ദെൻ റിലീവിങ് ഓർഡർ. നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്നും വിടുതൽ സർട്ടിഫിക്കറ്റും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്, യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ റിലീവിങ് ഓർഡർ കിട്ടുമ്പോൾ അതിൽ ആഫ്റ്റർനൂൺ AM ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ഓൺ ദ നെക്സ്റ്റ് ഡേ. അതേസമയം മറ്റൊരു റിലീവിങ് ഓർഡറിൽ ഫോർനൂൺ FN ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ജോയിനിങ് ടൈം സ്റ്റാർട്ട് ഓൺ ദ സെയിം ഡേ, അന്നേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ മൂന്നാമത്തെ റിലീവിങ് ഓർഡറിൽ ഇത് രണ്ടും രേഖപ്പെടുത്തിയിട്ടില്ല, ബൈ ക്ലറിക്കൽ മിസ്റ്റേക്ക്. ഇത് രണ്ടും രേഖപ്പെടുത്തിയിട്ടില്ല, FN-ഉം ഇല്ല AN-ഉം ഇല്ല എങ്കിൽ നിയമം അനുശാസിക്കുന്നു അത് ഫോർനൂണായിട്ട് കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ് ജോയിനിങ് ടൈം സ്റ്റാർട്ട് ഓൺ ദ സെയിം ഡേ. തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം ജോയിനിങ് ടൈം. KSR പറയുന്നു മാക്സിമം ജോയിനിങ് ടൈം ഇൻക്ലൂഡിങ് സൺഡേ 30 days. തുടർന്ന് ലീവിലായിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം വന്നാൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റവും പ്രൊമോഷനും ലഭിച്ചാൽ എങ്ങനെയാണ് ആ ലീവ് ഉപയോഗിക്കപ്പെടുക, അതോടൊപ്പം തന്നെ ജോയിനിങ് ടൈമും ഉപയോഗിക്കുക. ഇതിനെ സംബന്ധിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.